ഹലോ, ഇന്ന് നമുക്ക് സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. നമ്മൾ ചിക്കൻ റെഡിയാക്കി കഴുകി വൃത്തിയാക്കി മസാല എന്ന് പറയുമ്പോൾ ഒരു തുണ്ട് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂട്ടി ഇങ്ങനെ കൂട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടുപ്പത്ത് ഞാൻ സബോള വഴറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അടുപ്പത്ത് സബോള വെച്ചിട്ടുണ്ട് വഴറ്റാനായിട്ട്. അതിലേക്ക് നമുക്ക് ചിക്കനൊക്കെ റെഡി പരത്തി വെച്ചിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ ആവശ്യമുള്ളത്. സബോള അടുപ്പത്താണ് കേട്ടോ. കുറച്ച് വേപ്പിലൊക്കെ എടുത്ത് കുറച്ച് വേപ്പില, പിന്നെ പച്ചമുളക്, അതിൽ കണ്ടിച്ചിട്ട് ചിക്കൻ അടുപ്പത്താണ്. ചിക്കൻ നമ്മൾ അടുപ്പിലാണ് വെക്കുന്നത്, ഗ്യാസിലല്ല. ചിക്കൻ ഞാനെപ്പോഴും അടുപ്പിൽ വിറകിലാണ് വെക്കുക. ഉരുളിയിൽ വെക്കുമ്പോൾ നമുക്ക് വിറകിൽ വെക്കുമ്പോൾ കുറച്ച് സ്വാദ് കൂടുതലുണ്ടാവും. അപ്പം ഇതിലേക്ക് ഞാൻ കുറച്ച് പച്ചമുളക് ഇട്ടിട്ടുണ്ട്, വേപ്പില ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് മല്ലിയില ഇട്ടിട്ടുണ്ട്. മല്ലിയിലയുടെ കടയൊക്കെ നമുക്കൊന്ന് വെട്ടിക്കളയാം, കുറേ മണ്ണല്ല. മല്ലിയിലൊക്കെ എടുത്തിട്ടുണ്ട്. അതിങ്ങനെ കഴുകി വേറൊരു ഭാഗത്ത് ഇങ്ങനെ വെക്കുകയാണ്, ഒരു പാത്രത്തിൽ, അതായത് ഒരു പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ തക്കാളി, റെസിപ്പിയാണ്, തക്കാളിയാണ് പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത്. തക്കാളി കേട്ടോ. അപ്പം അതൊക്കെ ഈ മല്ലിയിലയുടെ ഭാഗത്ത് ഞാൻ തക്കാളി വെച്ചിട്ടുണ്ട്. അത് സബോളയൊക്കെ ഒരുവിധം ആയതിനു ശേഷം നമുക്ക് ഇത് ഇതാക്കിയാൽ മതി. അപ്പോൾ പച്ചമുളകും വേപ്പിലും ഇതിൽ വെച്ചിട്ടുണ്ട്, അത് സബോളയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് തക്കാളിയും ഒക്കെ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് മല്ലിയില കട്ട് ചെയ്ത് വെക്കാം. ഇതിൻ്റെ കത്രികയുണ്ട്, അടുക്കളയിൽ ഉപയോഗിക്കുന്ന കത്രിക. മല്ലിയില കട്ട് ചെയ്ത് വെച്ച് അത് ലാസ്റ്റ് ഇടാനാണ്. മല്ലിയില, പച്ചമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അത് സാധാരണ ചിക്കനിൽ നമ്മൾ കൂട്ടി വയ്ക്കുക, അപ്പോൾ ഇത്തിരി ടേസ്റ്റ് കൂടും. കുറച്ച് മൂർച്ച കുറവാണ്. ഇതിലേക്ക് നമ്മൾ സവാളയൊക്കെ വഴറ്റി കഴിഞ്ഞതിന് ശേഷം പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാലയൊക്കെ ഇട്ട് നമ്മൾ ശരിയാക്കും. ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ മുളക് പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, ഈ ചിക്കൻ മസാല. അപ്പോൾ ഇതൊക്കെ കൂട്ടി ഇപ്പം അടുപ്പത്ത് മറ്റേ സബോളയാണ്. അതൊക്കെ വഴറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മളതൊക്കെ എടുത്തിട്ട് ഒക്കെ വഴറ്റിയതിന് ശേഷം ചിക്കൻ അതിലേക്ക് ഇടാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ചിക്കനും കുമ്പളങ്ങയായിട്ടുള്ള കറി റെഡിയാണ് ആയി. ഇനി ഇതിൻ്റെ കുറച്ച് മല്ലിയിലയും പിന്നെ അതുപോലെ കുറച്ച് വേപ്പിലയും കൂടി ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. വേപ്പിലും കൂടി ഇടുന്നുണ്ട്. ഇവിടെ സെറ്റായി. ഓക്കെ, പച്ചമുളകും വേപ്പിലും നമ്മൾ ഇതിൽ ഇട്ടു. നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. മഞ്ഞപ്പൊടി ഞാൻ അവിടെ അതിൽ ചിക്കൻ പരട്ടി വെക്കുമ്പോൾ മഞ്ഞപ്പൊടി വരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ വലിയ സ്പൂൺ കൊണ്ടാണ് ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി ഉണ്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഞാൻ ചിക്കൻ വെക്കുന്നത് കുമ്പളങ്ങി ഇട്ടിട്ടാണ്. കുമ്പളങ്ങി ഇട്ടിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ. മുളക് ഇനിയിപ്പോൾ അത് മല്ലിപ്പൊടി ഇട്ടു. അതിലൊരു 3 വലിയൊരു സ്പൂൺ ഇട്ടിട്ടാണ്. പിന്നെ ഒരു വലിയ 1 പോലെ വലിയ സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ സ്പൂൺ, ടേബിൾ സ്പൂൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ഒരു 3 ടീസ്പൂൺ ചിക്കൻ മസാല. ഇത് നല്ലോണം വഴറ്റിയിട്ടാ. വഴറ്റിയതിന് ശേഷം പരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ നമുക്ക് അതിലേക്ക് ഇടാം. ഒന്ന് ഇതിൻ്റെ ഒരു പച്ചക്കുത്ത് മാറുന്നത് വരെ നമ്മൾ ഇതിനെ ചൂടാക്കണം. നല്ലോണം ചൂടാക്കണം. അപ്പൊ നല്ലോണം വറവാകുമ്പോൾ അത്രയും ടേസ്റ്റ് കൂടുതലല്ലോ. നല്ലോണം ആവട്ടെ കേട്ടാ. ഒരു നല്ല ചൂടായി. ഇനി നമ്മളതിലേക്ക് കൂട്ടി വെച്ചിട്ടുള്ള, അതായത് ഈ മറ്റേ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും മഞ്ഞപ്പൊടിയും ഒരു നുള്ള് മുളക് പൊടിയും കൂടി കൂട്ടി വെച്ചിട്ടുള്ള ആ ചിക്കൻ നമ്മൾ ഇതിലേക്ക് ഇടും. അപ്പം ഒരു ഇതായി നല്ല മണം വരുന്നുണ്ട്. ചിക്കൻ മസാലയുടെ നല്ല മണം. അപ്പം അത് നന്നായി വഴന്നു. ഇനി നമ്മളതിലേക്ക് ചിക്കൻ ഇടുന്നു കേട്ടോ. ഞാൻ പറഞ്ഞ ഇന്നത്തെ സ്പെഷ്യല് കുമ്പളങ്ങ ഇട്ടിട്ടുള്ള ഒരു ചിക്കൻ. ഇതൊരു ആവുമ്പോൾ നമുക്കതിലേക്ക് ചിക്കൻ ഇടാം. ഓക്കെ, ചിക്കൻ ഒന്ന് ആയതിന് ശേഷം കുമ്പളങ്ങ ഇടാന്ന് പറയുന്നതിന് പകരമാണ് വീണ്ടും ഞാൻ പറഞ്ഞു ചിക്കൻ ഇടാന്ന്. അപ്പോൾ ചിക്കൻ ഒരു വിധമായി. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് കുമ്പളങ്ങ ഇട്ടിട്ടുള്ള ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. ഇപ്പൊ നമ്മളതിൽ കുറച്ചിടണുള്ളൂ കേട്ടോ. കുമ്പളങ്ങ, കുറച്ച് കുമ്പളങ്ങ ഇട്ടു. ഞങ്ങളുടെ ഒരു പൂച്ചക്കുട്ടിയുണ്ട്. പൂച്ചക്കുട്ടി ഞാൻ പൂച്ചയായിട്ടുള്ളൊരു വ്ളോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ കുറച്ച് തക്കാളിയും കൂടി ഇടുന്നുണ്ട്. ലാസ്റ്റ് നമുക്ക് മല്ലിയില ഇടാം. മല്ലിയില ലാസ്റ്റ് മതി. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഉരുളി ചെറുതായി പോയോ സംശയം. വലിയ ഉരുളി എടുക്കേണ്ടതായിരുന്നു. ഓക്കെ, ഇനി ഇതൊന്ന് അടുപ്പത്ത് കിടന്ന് നന്നായി ആവട്ടെ. മൂടിയിടണേ. ഞാൻ പറഞ്ഞതിൽ അടുപ്പിൽ വിറകാണ് കത്തിക്കുന്നത്. ഓക്കെ, അതിന് ശേഷം നമുക്ക് നോക്കാം. ഇന്നത്തെ ചിക്കൻ കറിയൊക്കെ റെഡിയായി. അപ്പം നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഞാനുണ്ടാക്കി എൻ്റെ ഒരു ചിക്കൻ കറിയാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. കുമ്പളങ്ങ ഇട്ടിട്ട് നമ്മൾ വെക്കാറില്ല. പിന്നെ സ്പെഷ്യലായിട്ട് കുമ്പളങ്ങ ഇട്ടിട്ട് വെച്ച് നോക്കുകയാണ്. കുമ്പളങ്ങ ഇട്ടിട്ട് ആകുമ്പോൾ ഇത്തിരി കൊഴുപ്പും അങ്ങനെയൊക്കെ ആയിട്ട് ഇത്തിരി ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ശരി.